മനുഷ്യപ്പറ്റുള്ളതായുള്ളൊരു ജീവിതം എങ്ങനെയാണ് നമുക്കിന്ന് നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. മനുഷ്യപ്പറ്റുള്ളതായുള്ള ജീവിതം ഇന്ന് നമുക്ക് നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. ആധുനിക ഭവനത്തിൻ്റെ സൃഷ്ടാവായുള്ള നമുക്ക് പഠിപ്പുര ഇഷ്ടമാണ്. എന്നാൽ അതിലടങ്ങിയിരിക്കുന്ന സത്യത്തെ നാം വിസ്മരിച്ചു പോകുന്നു. പണ്ട് കാലങ്ങളുണ്ടായിരുന്ന ഒന്നാണ് പഠിപ്പുര എന്ന് പറയുന്നത്. എല്ലാ വീടുകൾക്കും, വലിയ വീടുകൾക്കെല്ലാം പഠിപ്പുരയുണ്ട്. ആ പഠിപ്പുര രാത്രിയിൽ പോയി അടച്ചിട്ടാണ് പോയി കിടന്നുറങ്ങുന്നത്. എന്നാൽ അടയ്ക്കുന്നതിന് മുമ്പ്, ഇനി ശ്രദ്ധിച്ചു കിടന്നു, അടയ്ക്കുന്നതിന് മുമ്പ് അവിടേക്ക് ഇറങ്ങി നിന്നിട്ട് ചോദിക്കും, ഇവിടെ ആരെങ്കിലും ഉണ്ടോ? ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് അത്താഴം കൊടുത്തതിന് ശേഷം മാത്രമേ പഠിപ്പുര അടയ്ക്കുകയുള്ളൂ. മറ്റുള്ളവരെ സ്നേഹിക്കുകയും കരുതുകയും അന്വേഷിക്കുകയും ചെയ്യുന്നതായൊരു ജീവിതത്തിൻ്റെ ഉടമകളായി തീരുവാനാണ് ദൈവം നമ്മൾ ആഗ്രഹിക്കുന്നത്. സകല സത്യത്തിലേക്ക് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവ്, നമ്മെ സനാഥരായിട്ട് എപ്പോഴും നിർത്തുന്നതായുള്ള പരിശുദ്ധാത്മാവ്, എല്ലാ സ്നേഹവും നമുക്ക് നൽകിത്തരുന്നതായുള്ള ദൈവത്തിൻ്റെ ആത്മാവ്, ഒരു കലവറയും കൂടാതെ തൻ്റെ ഏകജാതനായ പുത്രനെ കാൽവറിയിൽ അർപ്പിച്ചതായുള്ള പിതാവിൻ്റെ സ്നേഹം, മരണ ശുശ്രൂഷയിലും ശവസംസ്കാര ശുശ്രൂഷയിലും നമ്മൾ അവസാനം പറയുന്നതായുള്ളൊരു വാക്കുണ്ട്, കർത്താവേ, നിൻ്റെ സ്നേഹം നിൻ്റെ സ്ഥലത്ത് നിന്ന് ഞങ്ങളുടെ അടുക്കിലേക്ക് ഇറക്കിക്കൊണ്ടുവന്നു. ഇതാണ് ദിവസം നാം ഓർക്കേണ്ടത്. ദൈവം തൻ്റെ പുത്രനിലൂടെ നമുക്ക് സമീപസ്ഥനായിരിക്കണം. നാം ആരും തനിയാകരുത് എന്ന് വിചാരിച്ച് പരിശുദ്ധാത്മാവിനെ നൽകിയിരിക്കുന്നു. നമ്മെ സനാഥരാക്കി നിർത്തുന്നതായുള്ള ദൈവം, കർത്താവേ, നിൻ്റെ കൃപകൾക്കായി അനുഗ്രഹങ്ങൾക്കായി നിനക്ക് സ്തോത്രം അർപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ ഈ സനാതത്വമുള്ളതായിട്ടുള്ള ജീവിതത്തിനുടമകളായി ജീവിക്കുവാൻ ദൈവം തമ്പുരാൻ നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ.